നല്ല അപകടങ്ങൾ കുറയട്ടെ. കേരളത്തിലെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ലൈസൻസ്. ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി എടുത്താൽ അതിന് വേറെ പല യൂണിവേഴ്സിറ്റികളെക്കാളും വിലയുണ്ട് എന്ന് പറയുന്ന പോലെ കേരളത്തിലെ ലൈസൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇൻ്റർനാഷണലി ഒരു ലൈസൻസിന് പോകാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റാൻഡേർഡുള്ള ലൈസൻസ് ഹോൾഡേഴ്സായി മാറട്ടെ. അതിനെല്ലാവരും സഹകരിക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. എല്ലാവരെയും സഹകരണത്തിന് നന്ദി. അതിന് ഒരു വലിയ പ്രശ്നമല്ലായിരുന്നു, എന്നാലും അത് തീർന്നു. എങ്കിലും നല്ല ലൈസൻസ് ഉണ്ടാവുമല്ലോ ഉള്ള സന്തോഷം. മാധ്യമങ്ങൾക്ക് നന്ദിയുണ്ട്, ഇതെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി. മാത്രമല്ല, കേരളത്തിലെ ജനങ്ങൾ നല്ലൊരു ലൈസൻസ് ഉണ്ടാവണമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തന്ന പിന്തുണ, അത് മാധ്യമങ്ങളിലൂടെയും കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ, പത്രമാധ്യമങ്ങൾ എൻ്റെ സതുദ്ദേശത്തെ തിരിച്ചറിയുകയും നിങ്ങൾ നൽകിയ പ്രോത്സാഹനം, അത് മാത്രമല്ല ഈ മാധ്യമങ്ങളെടുത്ത നിലപാട്. കാരണം വെച്ചാൽ നല്ല ലൈസൻസ് തന്നെ എടുക്കണം എന്നുള്ള നിലപാടാണ് പലപ്പോഴും ദൃശ്യമാധ്യമ ചർച്ചകളിലും പത്രങ്ങളിലും എല്ലാം ഉണ്ടായിരുന്നത്. അത് സോഷ്യൽ മീഡിയയിലൂടെയും ഇതിന് വലിയൊരു സപ്പോർട്ടാണ് തന്നത്. കാരണം നല്ലൊരു ലൈസൻസ് ഉണ്ടാവണം, അപകടങ്ങൾ കുറയ്ക്കണം എന്നുള്ള നിലപാടിനെ അനുകൂലിച്ചു. ഇപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിലെ സംഘടനകളും ആ നിലപാട് അവർക്കും ബോധ്യപ്പെട്ടു, അവരും അത് അംഗീകരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. നല്ല റിസൾട്ട് തന്നെയായിരിക്കും, ഒരു സംശയവും വേണ്ട. ഫീസിന്റെ കാര്യത്തിൽ അതൊരു കാലാകാലങ്ങളായിട്ട് പല ഘട്ടങ്ങളിൽ ആവശ്യം ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഏകീകരിച്ചൊരു ഫീസ് വേണം. അതപ്പോൾ KSRTC നിശ്ചയിക്കാൻ പോകുന്ന, കാരണം ഒരു സർക്കാർ സ്ഥാപനം നിശ്ചയിക്കുന്ന ഫീസ് ആയിരിക്കുമല്ലോ കുറച്ചുകൂടി മെച്ചപ്പെട്ട, അപ്പോൾ അത് നിശ്ചയിക്കാൻ പോകുന്ന ഫീസ് ആയിരിക്കും മറ്റുള്ളവർക്ക്? അല്ലല്ല, ഒരു പഠനം നടത്താൻ കമ്മിറ്റി വയ്ക്കുകയാണ്. KSRTC തീരുമാനിക്കുന്ന, KSRTCക്ക് ഓഫീസ്, നമ്മളിപ്പോൾ ജീവനക്കാരെ വെളിയിൽ നിന്ന് എടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ അറിയാവുന്ന, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ ഞങ്ങൾ അവിടെ റിക്രൂട്ട് ചെയ്യണം. നമ്മുടെ ഓഫീസിൽ നിന്ന് അങ്ങോട്ട് ഈ ഓഫീസിൽ നിന്ന് മറ്റേ ഓഫീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഈ പല വ്യത്യാസങ്ങൾ, ഇപ്പോൾ ST ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവർക്ക്, SC വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഒരു സർക്കാർ സ്ഥാപനം എന്നുള്ള നിലയിൽ കൺസെഷനൊക്കെ ഉണ്ടാവും. അത് അവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇല്ല, നമ്മൾ വേറൊരു ഇതായിട്ടാണ് തുടങ്ങുന്നത്. KSRTCയുടെ വേറൊരു ബ്രാഞ്ചായിട്ടാണ്. ഇപ്പോൾ KSRTC കൊറിയർ തുടങ്ങിയതുപോലെ KSRTC അത് വേറൊരു സെക്ഷനായിട്ടായിരിക്കും നടത്തുന്നത്. അവിടെ അധികം ആളുണ്ടാവില്ല. അവിടെ സ്വന്തമായിട്ട് കാറുണ്ടാവും, മോട്ടോർ സൈക്കിൾ ഉണ്ടാവും, പിന്നെ കമ്പ്യൂട്ടറൈസ് സംവിധാനം ഉണ്ടാവും പഠിക്കാൻ. ആദ്യം സിമുലേറ്ററിൽ ഓടിച്ച് പഠിക്കുക, പിന്നെ വണ്ടി പുറത്തിറക്കുക, ഗ്രൗണ്ടിൽ പഠിപ്പിക്കുക, അത് കഴിഞ്ഞ് റോഡിലിറക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിൽ. MIT ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. MIT ഒഴിവാക്കാനുള്ള തീരുമാനത്തിൽ മാറ്റില്ല, അവരും അതിനോട് യോജിച്ചു. കാരണം അത്തരത്തിൽ കാലിൽ ഗിയറുള്ള 3 മാസം സമയം അതിന് കൊടുത്തിട്ടുണ്ട്. ഈ കാലിൽ ഗിയറുള്ള വണ്ടിയിലേക്ക് മാറാനായിട്ട് 3 മാസം സമയം. അത് നേരത്തെ തന്നെ ചർച്ചയിൽ തീരുമാനിച്ചതാണ്. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ശ്രീ പ്രമോദിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. അന്ന് തന്നെ തീരുമാനിച്ചതാണ്. നമ്മൾ CATUവിൻ്റെ ആവശ്യം അതായിരുന്നു, അത് നമ്മൾ ചെയ്തു. അന്ന് തന്നെ എല്ലാവരും ആവശ്യപ്പെട്ടു, അത് അന്ന് ചെയ്തു. അത് കൂടാതെ ഈ ക്ലച്ച് വെച്ച് തൽക്കാലം ഓടാം. കാരണം വെച്ചാൽ നമ്മൾ സ്വന്തം വണ്ടിയിലേക്ക് മാറാൻ, അതിൻ്റെ ഒരു അപകടാവസ്ഥ കൊണ്ടാണ് പലപ്പോഴും ഇപ്പോൾ പഠിച്ചു വരുന്ന പലർക്കും ഈ ക്വാളിറ്റി ഉള്ളൊരു ഡ്രൈവറായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ക്ലച്ച് ഇല്ലാതെ ഓടിക്കാൻ പറ്റും. ഇവിടെ ഇപ്പം അനുവദിച്ചാൽ ചിലപ്പോൾ റോഡേ പോകുന്നവർക്ക് ചിലപ്പോൾ അത് കുഴപ്പമാകും. പറഞ്ഞല്ലോ 40 പറഞ്ഞല്ലോ. ഒരു MBI 40 എണ്ണം ചെയ്യും, 2 MBI ഉള്ളിടത്ത് 80 എണ്ണം ചെയ്യും. ബാക്ക്ലോഗ് നാളെ പരിശോധിക്കും. നാളെ പരിശോധിച്ചിട്ട് കൂടുതൽ കെട്ടിക്കിടക്കുന്ന RTO സബ് RTO ഉണ്ടെങ്കിൽ അവിടെ എൻഫോഴ്സ്മെന്റിൽ നിന്ന് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ താൽക്കാലികമായി നിയോഗിച്ചുകൊണ്ട് ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടി അത് കുറച്ചുകൊണ്ട്. ഈ 10 ലക്ഷം എന്ന പ്രചരണം തെറ്റാണ്. 10 ലക്ഷം ഇല്ല, 2.5 ലക്ഷമേ ഉള്ളൂ. കൃത്യമായ കണക്ക് നാളെ മാധ്യമങ്ങൾക്ക് നൽകും. കൃത്യമായി കമ്പ്യൂട്ടറിൽ നിന്ന് കണക്കെടുക്കുകയാണ്. ഇപ്പോൾ ജസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞാണ്, പക്ഷേ കൃത്യമായ കണക്ക് തരാം. പിന്നെ ഏതൊക്കെ ഓഫീസിൽ എത്ര കെട്ടിക്കിടക്കുന്നുള്ള കണക്കും പ്രസിദ്ധീകരിക്കാം. ടെസ്റ്റ് സമരം എല്ലാവരും പിൻവലിച്ചു. സമരം പിൻവലിച്ചു. നാളെ മുതൽ അല്ല, അത് വളരെ വേഗത്തിൽ മാറ്റി. CMD ആണുള്ള ചുമതല നൽകിയിട്ടുണ്ട്. അദ്ദേഹം പല സ്ഥലങ്ങളിലും മാറ്റി. ഇപ്പോൾ തലശ്ശേരി മാറ്റി. ലെവൽ ചെയ്ത് ഉറപ്പിക്കേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ട്. അല്ല, അത് ഉണ്ടാക്കും, ഗ്രാജുവലി ഉണ്ടാകും. ടെസ്റ്റ് നടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഗ്രാജുവലി നമ്മൾ ഈ ഡിസൈനിൻ്റെ കാര്യത്തിൽ 1 മാസം സമയമുണ്ട്. അപ്പോൾ അവരും കൂടെ ആലോചിച്ചിട്ട് ഒരു ഡിസൈൻ, നമ്മൾ പറഞ്ഞ ഡിസൈനിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അവർ തന്നെ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് പരിശോധിക്കാമല്ലോ. അപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോഴല്ലേ അവർക്കൊരു വിഷമമുള്ളൂ. വേണ്ട, അടിച്ചേൽപ്പിക്കുന്നില്ല, അവർ തന്നെ കൊണ്ടുവരട്ടെ. അതെ, അവരുടെ പ്രപ്പോസലുകളെല്ലാം വാങ്ങിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്തിട്ട് ഒരു ഡിസൈൻ എടുക്കും. 1 മാസം തരും. അവർ 1 മാസം തരും. നമ്മൾ തന്നാൽ ഉടൻ ആക്ഷനാണ്. വലിയ താമസമില്ല, വെച്ച് താമസിപ്പിക്കത്തില്ല. ഒന്നും വെച്ച് താമസിപ്പിക്കത്തില്ല.